എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ബൺ നിറച്ചതിൻ്റെ വീഡിയോ ആയിട്ടാണ്. ഈ റെസിപ്പി എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ യമ്മി യോ യമ്മി എന്ന് പറഞ്ഞ പേജിൽ നിന്ന് ഇൻസ്പയർ ആയിട്ട് ഞാൻ ചെയ്തൊരു റെസിപ്പിയാണ്. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ നെയ്യ് ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് അതിലേക്ക് ഒരു 1/4 മുറി തേങ്ങ ചിരകിയത് ചേർക്കുക. ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് ടൂട്ടി ഫ്രൂട്ടി, ഇതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പകരം അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഏലക്കാപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ വറുത്ത് വരുമ്പോൾ തന്നെ നല്ലൊരു മണമാണ്. നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് ബണ്ണിൻ്റെ ഉള്ളിൽ നിറയ്ക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഏത് ബണ്ണായാലും കുഴപ്പമില്ല, സോഫ്റ്റായിട്ടുള്ള ബണ്ണ് എടുക്കുക. അപ്പോൾ എനിക്കിപ്പോൾ കിട്ടിയ ബണ്ണെന്ന് പറയുന്നത് ഇതുപോലെ സ്ലൈസ് ചെയ്ത ബണ്ണാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഈ ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ സ്ലൈസ് ചെയ്യാത്ത മുഴുവനേ ഉള്ള ബണ്ണാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ താഴ്ഭാഗത്ത് ഒരു ഹോൾ ഉണ്ടാക്കിയതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ നിറച്ചിട്ട് നമ്മൾ ആ എടുത്തു മാറ്റിയ ഭാഗം വെച്ചിട്ട് ഈ ബണ്ണ് അടച്ചിട്ട് നമുക്ക് ഫില്ല് ചെയ്യാവുന്നതാണ്. ഇനി ബണ്ണ് നമ്മൾ പൊരിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മുട്ട ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് പഞ്ചസാരയും അതുപോലെ തന്നെ കുറച്ച് പാലും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക. നമ്മൾ ബ്രെഡൊക്കെ പൊരിക്കുന്ന പോലെ തന്നെയാണ്, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ ചേർക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന ബണ്ണ് ഏലക്ക ബണ്ണാണ്, അതുകൊണ്ട് സെപ്പറേറ്റ് ആയിട്ട് ഞാൻ ചേർത്തിട്ടില്ല. ഇനി ഒരു ദോശക്കല്ലൊന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് നമ്മളിതിലേക്ക് കുറച്ച് ബട്ടറോ നെയ്യോ ഇട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്ന ബണ്ണ് ഈ മുട്ടയിൽ മുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ചെറുതീയിലിട്ട് 2 സൈഡും ഫ്രൈ ചെയ്ത് എടുക്കാവുന്നതാണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ദിൽക്കുഷിൻ്റെ അതേ ടേസ്റ്റാണ് ഈ ബണ്ണ് നിറച്ചതിന്. 2 സൈഡും തിരിച്ചു മറച്ചു വിട്ട് നന്നായിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കുക. ബണ്ണിലിങ്ങനെ സ്വീറ്റ് ഫില്ലിങ് വെക്കുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ചിക്കനോ മുട്ടയോ ഒക്കെ വെച്ചിട്ട് ഫില്ല് ചെയ്ത് എടുക്കാവുന്നതാണ്. കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ 4 മണിക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ കൊടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചായയുടെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. ഇനിയിങ്ങനെ മുട്ടയിൽ മുക്കി പൊരിക്കണം എന്ന് തന്നെ ഇല്ല, അല്ലാതെ ഫ്രൈ ചെയ്യാതെ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്